ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗീതുവും ഗോവിന്ദനും കൂടി ഒരു ചെറിയ കുഞ്ഞ് റൊമാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഗോവിന്ദനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തൻ്റെ കൈപ്പിടിയിലേക്ക് ആക്കാൻ അല്ലെങ്കിൽ തൻ്റെ ഉത്തമ ഭർത്താവാക്കി മാറ്റാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഗീതു. പക്ഷെ ഗോവിന്ദനാണെന്നുണ്ടെങ്കിലും അമ്പിനും വില്ലിനും അടുക്കണില്ല. ഗീതുവിന് ഓരോ രീതിയിലും അടുത്തടുപ്പിക്കില്ലെന്നുള്ള ഒരു വാശിയിലെന്ന പോലെയാണ് ഓരോ കാട്ടായങ്ങൾ കാണിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഗീതു ആണെന്നുണ്ടെങ്കിൽ കുസൃതിയും കുറുമ്പും ഒക്കെ ആയിട്ട് ഗോവിന്ദൻ്റെ പിന്നാലെ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ഭാര്യ പറയുന്നത് ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഗോവിന്ദൻ്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ ഗോവിന്ദനും ഗീതുവും തമ്മിലുള്ള ആ ഒരു വലിയ സന്തോഷ നിമിഷവും കാര്യങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും ഗീതുവിൻ്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഭാര്യ എന്ന് പറയുന്ന പദവി അതൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്, പുറമേ കാണിച്ചില്ലെങ്കിലും. അങ്ങനെ ഇന്നത്തെ ദിവസം കണ്ണേട്ടൻ നേരത്തെ തന്നെ വീട്ടിലേക്ക് വരണമെന്നും അതുകൊണ്ട് വരാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ എന്തിനാണാവോ നേരത്തെ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ഗോവിന്ദൻ ചോദിച്ചപ്പോൾ അത് വന്നു കഴിയുമ്പോൾ പറയാം എന്നും പറഞ്ഞു ഗീതു ഒരു സർപ്രൈസ് ആയിട്ടെന്നുള്ള രീതിയിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി പെട്ടിയും കിടക്കി എടുത്ത് പടി ഇറങ്ങേണ്ടി വരും, അതായത് ബെഡ്റൂമിൻ്റെ പടി ഇറങ്ങേണ്ടി വരും എന്നാണ് ഗീതു ഉദ്ദേശിച്ചത്. അങ്ങനെ ഗോവിന്ദനും ഗീതുവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷിൻ്റെ കോള് വേഗം ഗോവിന്ദന് വന്നു. അപ്പോൾ ഗോവിന്ദൻ മഹേഷാണെന്ന് പറഞ്ഞ് കോൾ എടുത്തു. അപ്പോൾ ഞാൻ ഇന്ന പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്നോണ്ട് വിശേഷം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമുക്കൊന്ന് മീറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞു ഗോവിന്ദൻ. എന്നിട്ട് മഹേഷ് ഉള്ളിടത്തേക്ക് ചെല്ലാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഗീതുവായിട്ട് സംസാരിക്കുകയാണ് മഹേഷിൻ്റെ കാര്യം. അപ്പോൾ മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇന്ന് വെള്ളം അടിച്ചിട്ടൊന്നും വന്നേക്കരുത്, അങ്ങനെ വന്നാൽ ഗോവിന്ദനെ പുറത്താക്കും എന്ന് ഗീതു തറപ്പിച്ച് വീണ്ടും പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോയിട്ടോ. അപ്പോഴും ഗീതുവിൻ്റെ മുന്നിൽ തോൽവി സമ്മതിക്കുന്നില്ല. ഗീതുവിൻ്റെ മുന്നിൽ താൻ ജയിച്ചെന്നുള്ള മട്ടിൽ തന്നെയാണ് നമ്മുടെ ഗോവിന്ദൻ നിൽക്കുന്നത്. ഗോവിന്ദൻ എന്നിട്ട് ഇങ്ങനെ ചെല്ലി പോവുകയാണ്. ഗീതു ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ വളരെയേറെ ആസ്വദിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ അങ്ങനെ നടന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർണികയാണെന്നുണ്ടെങ്കിൽ കിഷോറിനോട് തൻ്റെ ആ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ ചെവിയോർത്തിരിക്കുക, കാതോർത്തിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തോടു കൂടി ഇരിക്കുന്ന സമയത്താണ് നേരം ഇരുന്നിരുന്നും മടുത്തു അവർണിക. അത് കഴിഞ്ഞപ്പോൾ നേരം വൈകി ഇതേ കയറി വരുന്നു കിഷോർ. അങ്ങനെ കിഷോർ കയറി വന്നപ്പോഴേക്കും നമ്മുടെ അവർണികയ്ക്ക് സന്തോഷമായി. പക്ഷേ കിഷോറിൻ്റെ മൈൻഡൊക്കെ വേറെയാണ്. കാരണം ഇനി അവർണികയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഭയങ്കര റഫായിട്ട് വന്ന് പെരുമാറുന്നു, ഭയങ്കര ദേഷ്യം കാണിക്കുന്നു. അപ്പോൾ അവർണിക ചോദിച്ചു, നീ എത്രയും നേരം എവിടെയായിരുന്നു? എത്ര നേരമായി നിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ല എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്, നീ എവിടെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഞാൻ എവിടെയായിരുന്നു എന്ന് നീ എന്തിനാ അറിയുന്നത്? എന്തിനും ഏതിനും എപ്പോഴും എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിനക്കെന്താന്നൊക്കെ ചോദിച്ചപ്പം കിച്ചു നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ആരാ? ഞാൻ നിൻ്റെ ഭാര്യയാണ്, ഞാനല്ലാതെ മറ്റാരാണ് നിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങളിൽ തലയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാനല്ലാതെ മറ്റെന്താണ് നിനക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടുള്ളത് എന്ന് കിച്ചുവിനോട് അവർണിക ചോദിച്ചപ്പം എനിക്ക് എൻ്റേതായ പല ഇഷ്ടങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായ സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റേതായ ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളെല്ലാം നിനക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി കളയാനൊന്നും ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർണികയുടെ മുഖത്ത് നോക്കി പറയുന്നു. അപ്പോൾ അവർണിക ഞെട്ടിപ്പോയി. ഇവൻ ഇന്ന് വരെ ഉണ്ടായിരുന്ന ആ ഒരു ഇതല്ലല്ലോ, മാറ്റങ്ങൾ വന്നല്ലോ എന്ന്. അപ്പം നിനക്കും നിൻ്റെ ഡാഡിക്കും ഞാൻ വെറും വിലകെട്ടവനായിരിക്കും, പക്ഷേ എന്നെ വില വയ്ക്കുന്നവരും എൻ്റെ കൂട്ടത്തിലുണ്ട് തുടങ്ങിയ രീതിയിലൊക്കെയാണ് കിഷോറിൻ്റെ സംസാരം. കിഷോറിൻ്റെ സംസാരം അങ്ങ് കടന്ന് കയറിയപ്പോഴേക്കും മതി നിർത്താൻ പറഞ്ഞു അവർണിക. ഇനി നീ സംസാരിക്കുന്നതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അവർണിക അവിടെ നിന്ന് സങ്കടപ്പെട്ട് പോയപ്പോഴേക്കും അമ്മയും പെങ്ങളും കൂടെ വന്നിട്ട് എന്ത് പണിയാടാ നീ കാണിച്ചത്? നിന്നോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് അവർണിക മോള് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്ത് സന്തോഷ വാർത്തയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പറയാം. അത് കേട്ടപ്പോഴേക്കും കിച്ചു ഞെട്ടി. കിച്ചുവിൻ്റെ ഉണ്ടക്കണ്ണിങ്ങനെ മിഴിഞ്ഞു വരുവാണ്. ഞെട്ടലോട് കൂടി ഇങ്ങനെ ഇരിക്കുന്നു. ദൈവമേ, ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചല്ലോ എന്നുള്ളൊരു മട്ടിൽ മാതിരിയിലൊക്കെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം സംഭവിച്ചത് അബദ്ധമായി പോയി എന്നുള്ളത് കിച്ചുവിന് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ അത് കേട്ട് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നു കിച്ചു. ഇതേ സമയത്ത് അമ്മ, അതായത് രാധിക വരുണിനെ കാണുക പിരിചെവി അറിയാതെ.
അങ്ങനെ അമ്മയും മകനും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ ഗോവിന്ദൻ്റെ കൂടെ കൂടി മകനെ തള്ളി പറഞ്ഞതിനും അതുപോലെ തല്ലിയതിനും അങ്ങനെ അന്ന് അവിടെ നടന്ന കാര്യങ്ങൾക്കെല്ലാം മകൻ അമ്മയോട് പരാതി പറയുന്നു. ആ നിമിഷം ഞാൻ അങ്ങനെയല്ലാതെ മറ്റെങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്ന് അമ്മ മകനോട് അന്നേരം ചോദിക്കുക. ആ സമയം എനിക്ക് അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ള കാര്യം അമ്മ പറഞ്ഞു. പിന്നെ നിന്നെ ഗോവിന്ദൻ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കാൻ അവസാന കൈ എന്നുള്ള രീതിയിൽ ഞാനൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു. നിന്നെ ഇറക്കി വിട്ടാലോ ആ ഒപ്പം രേഖയെയും ഇറക്കി വിടണം, രേഖയെ പിന്നെ അവിടെ താമസിപ്പിക്കാൻ പറ്റില്ല, അവളെയും ഇറക്കി വിടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. അതിലൊക്കെ ഏട്ടൻ വീഴുമോ എന്ന് വരുൺ ചോദിച്ചപ്പോൾ അതിലവനെ വീഴ്ത്തണം, എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. അപ്പം അങ്ങനെ അവർ തമ്മിൽ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും നിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ കയറ്റുമെന്നൊക്കെ അമ്മ പറയുന്നുണ്ടേ. അപ്പോൾ അമ്മയും മോനും തമ്മിലുള്ള സംസാരത്തിൽ മകനെ അമ്മ ശരിക്കും ശാസിക്കുകയും ചെയ്തു. നിൻ്റെ എടുത്തുചാട്ടമാണ്, നിൻ്റെ അത്യാർത്തിയാണ് ഇതിനൊക്കെ കാരണം, നിനക്ക് മര്യാദയ്ക്കുള്ളതും കൊണ്ട് ജീവിച്ചാൽ പോരായിരുന്നു, എടാ ഒറ്റയടിക്ക് എല്ലാം കൂടെ വിഴുങ്ങാൻ നോക്കിയിട്ടല്ലേ, കുറേശ്ശെ എല്ലാം നിന്നിലേക്ക് തന്നെയല്ലായിരുന്നോ വന്നെത്തുന്നത്, നീ എന്താണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അമ്മയും മകനും കൂടെ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക. തെറ്റു പറ്റിപ്പോയി എന്നുള്ള കാര്യം മകൻ സമ്മതിക്കുന്നുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ നേരെ മഹേഷിനെ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്ന് സംസാരിക്കുന്നു, കൂട്ടുകാരല്ലേ, അപ്പോൾ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു. ആ സമയം ഒന്ന് കമ്പനി കൂടാനായിട്ട് വിളിച്ചു. മഹേഷ് കമ്പനി കൂടാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാനില്ല, നിൻ്റെ കൂടെ കമ്പനി കൂടിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പായും തലേണയും പുറത്താണെന്നാണ് എൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം പറയാം. നിൻ്റെ ഭാര്യയായി ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ഗീതുവിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും ആ മാറ്റങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നീ ആസ്വദിക്കുകയല്ലേ എന്നും ഉള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സത്യം പറയാലോടാ അതേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും ഗീതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് ഇവരിങ്ങ് പിരിഞ്ഞു. ഗോവിന്ദൻ ഇങ്ങ് പോകുന്ന വഴിക്ക് കഷ്ടകാലം എന്ന് പറയാലോ, വിജയലക്ഷ്മി മേഡത്തിനെ കണ്ടു. മേഡമാണെങ്കിൽ വീണ്ടും താക്കീതായിട്ട് ചെല്ലുന്നതാണ്. അങ്ങനെ താക്കീതായിട്ട് ചെല്ലുന്ന അമ്മയോട് നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കരുതെന്നും ആ പെങ്ങളായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛൻ ആരാണ്, അവളുടെ അച്ഛൻ ആരാണെന്ന് എന്നോടൊന്ന് പറയാവോ എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ ഈ വിജയലക്ഷ്മി മേഡത്തിനോട് ചോദിക്കാം. ഇനിയെങ്കിലും ഞങ്ങളുടെ ജീവിതം തകർക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോകുമോ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ സീനാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അത്യുഗ്രൻ എപ്പിസോഡുമായിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ.